ഒരു തവണ ലോട്ടറി അടിച്ചവൻ ഭാഗ്യവാനാണെങ്കിൽ ഇത് അതിഭാഗ്യവാൻ. കോട്ടയം വാഴൂർ സ്വദേശി തോമസ് ജോസഫിനെയാണ് രണ്ടാം തവണയും ഭാഗ്യദേവത തേടിയെത്തിയത്. കഴിഞ്ഞ ദിവസത്തെ 50-50 92 നറുക്കെടുപ്പിൽ FW 239020 നമ്പർ ടിക്കറ്റിലൂടെയാണ് 1 കോടി രൂപയുടെ സമ്മാനം തേടിയെത്തിയത്. മുൻപ് 2022 ഓഗസ്റ്റിൽ കാരുണ്യ ലോട്ടറി നറുക്കെടുപ്പിൽ 80 ലക്ഷം രൂപയുടെ ഒന്നാം സമ്മാനവും തോമസ് നേടിയിരുന്നു. 2 ടിക്കറ്റും പൊൻകുന്നം മാസ് ലോട്ടറി ഏജൻസിയിൽ നിന്ന് എടുത്തതാണ്. വല്ലപ്പോഴും ലോട്ടറി ഒക്കെ എടുക്കും. 2022 ഒരു ഫസ്റ്റ് പ്രൈസ് എനിക്ക് വീഴുന്നത്. അന്ന് സമാശ്വാസം ഉണ്ടായിരുന്നു. അത് മാറി മുക്കാൽ ഭാഗത്തോളം ബാങ്കിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. വഴിയില്ല, റോഡ് സൗകര്യമില്ല. അപ്പോൾ ഇതും കൂടി കിട്ടിയപ്പം വലിയൊരു ആശ്വാസമായി. പൈസ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ: നല്ലൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. പൈസ ദൂർത്തടിക്കാനുള്ള ബുദ്ധി മോശം ഞാൻ കാണിക്കില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കും. മുൻപ് ഗൾഫിൽ ജോലിയായിരുന്നു തോമസിന്. ഇപ്പോൾ നാട്ടിൽ കൃഷിയുമായി കഴിയുകയാണ്. ടിക്കറ്റ് കഴിഞ്ഞ ദിവസം ബാങ്കിൽ ഏൽപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ, പലപ്പോഴും ലോട്ടറി എടുക്കുമ്പോൾ നമ്മൾ ഇതൊന്നും അടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ തുകയെങ്കിലും സമ്മാനമായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലരും മനസ്സിൽ വിചാരിക്കുകയാണ്. പക്ഷേ ആ സ്ഥാനത്താണ് ഇങ്ങനെ ഒരാളെ ഭാഗ്യദേവത നിരന്തരമായി പിന്തുടർന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. ഏതായാലും ആ മനുഷ്യന്റെ ജീവിതം പച്ചപിടിക്കാൻ ഇതൊരു വഴിയാവട്ടെ, അല്ലേ? മോത്തി പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഈ വാർത്ത കേട്ട സമയത്ത് ആദ്യം ആലോചിച്ചതും. കാരണം ഈ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ഒത്തിരി പേരെ നമുക്കറിയാം. പക്ഷേ 1 രൂപ പോലും ഇവർക്കൊന്നും അടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ സ്ഥിരമായിട്ടൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ അടിക്കുമെന്ന പ്രതീക്ഷയിൽ അവരിങ്ങനെ സ്ഥിരമായിട്ട് ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഈ വാർത്ത കാണുമ്പോൾ, ഈ തോമസ് ഏട്ടൻ്റെ കാര്യം കാണുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക എന്നതാണ് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം. എന്തായാലും 2 വർഷത്തിനിടയിൽ രണ്ടാമത്തെ തവണയാണ് തോമസ് ഏട്ടൻ ലോട്ടറി അടിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന 50-50 നറുക്കെടുപ്പിൻ്റെ ലോട്ടറിയാണ് 1 കോടി രൂപയുടെ സമ്മാനം അടിച്ചു. ഇത് നേരത്തെ 2022 ഓഗസ്റ്റിലും 80 ലക്ഷം രൂപ കാരുണ്യ ലോട്ടറി ഒന്നാം സമ്മാനം തോമസ് ഏട്ടൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 വർഷത്തിനിടയിൽ 2 തവണ അത് ഒന്നാം സമ്മാനം അടിക്കുന്ന ഒന്ന് പ്രത്യേകതയാണ് തോമസ് ഏട്ടൻ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത്, സാധാരണ ഈ ലോട്ടറി അടിക്കുന്ന ആളുകളൊക്കെ ഈ പൈസ പെട്ടെന്ന് കിട്ടുന്നു, അത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് ചിലവാക്കുന്നു എന്നതിനേക്കാളും ഉപരി തോമസ് ഏട്ടന് കൃത്യമായ പ്ലാനുണ്ട് എന്ത് ചെയ്യണമെന്ന്. പൈസ ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശ എടുത്ത് ജീവിക്കുക, അങ്ങനെ ബിസിനസ് തുടങ്ങുക, തൻ്റെതായ കാര്യങ്ങളൊക്കെ നോക്കുക, കുടുംബത്തിൻ്റെ കാര്യം നോക്കുക, അങ്ങനെ കൃത്യമായ പ്ലാൻ. ഈ കിട്ടുന്ന പൈസ അപ്പോഴത്തിനെടുത്ത് ചിലവാക്കുക എന്നതിനേക്കാൾ ഉപരി കൃത്യമായൊരു പ്ലാൻ ആശാനുണ്ട് എന്നതാണ് ഏറ്റവും നമുക്കൊക്കെ പലർക്കും ഇല്ലാത്ത കാര്യവും അത് തന്നെയാണ്. പക്ഷേ തോമസ് ഏട്ടനകത്ത് ഈ ഒരു പ്രായത്തിൻ്റെയും ഒക്കെ കുറേ കാലം ജീവിച്ചതിൻ്റെയൊക്കെ ഒരു പക്വതയൊക്കെ ആശാനുണ്ട്. അതുകൊണ്ടായിരിക്കും ആശാൻ പറയുന്നത് എന്തായാലും പൈസ കിട്ടി, പക്ഷേ അത് പെട്ടെന്നെടുത്ത് ചിലവാക്കാനൊന്നും ഉദ്ദേശമില്ല. കൃത്യമായ പ്ലാനോട് കൂടി നമുക്കിപ്പം കുറച്ച് പൈസ കിട്ടിയാലും അത് പെട്ടെന്നെടുത്ത് ചിലവാക്കാതെ കൃത്യമായ പ്ലാനോടെ കൂടി ജീവിക്കണമെന്നൊരു ഒരു വലിയൊരു ചിന്ത കൂടി തോമസ് ഏട്ടൻ നമുക്ക്. ശരിയാണ് ഷിനോജെ, കാരണം പെട്ടെന്ന് ലോട്ടറി അടിക്കുന്ന പലർക്കും ഇതുപോലൊരു അങ്കലാപ്പ് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ലോട്ടറി വിഭാഗത്തിന്റെ വകുപ്പിന്റെ വകയായി ഇങ്ങനെ ഒരു ക്ലാസ്സും ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ പ്ലാനിങ്, സാമ്പത്തികമായ അച്ചടക്കം എങ്ങനെ കൈവരിക്കണമെന്നും ഇതെങ്ങനെ ചിലവാക്കണമെന്നും എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് ഒരിക്കലും ഇങ്ങനെ കോടികളും ലക്ഷങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ അന്താളിച്ചു പോകുന്ന മനുഷ്യരുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഷിനോജെ. ഏതായാലും ഇക്കാര്യത്തിൽ വളരെ ഗംഭീരമായി തന്നെ ഒരു ബിസിനസ് തുടങ്ങി മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ശരി ഷിനോജ്.